ഏകീകൃത കുർബാന ആവശ്യപ്പെട്ട് എറണാകുളം അതിരൂപതയിലെ തിരുവാങ്കുളം ഇടവാംഗങ്ങൾ എറണാകുളം മുൻസിഫ് കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ മൂന്നാം എതിർകക്ഷിയായ സീറോ മലബാർ സഭയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാവിഷയം ആയിരിക്കുകയാണ്. കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്ന് ഓരോ വൈദികനും സിനഡിൻ്റെ തീരുമാനങ്ങൾ അനുസരിക്കുവാനും അതുവഴി പരിശുദ്ധ പിതാവിനോട് വിധേയനായി ഐക്യത്തിലായിരിക്കുവാനും ബാധ്യസ്ഥനാണ്. ഒരു ക്രൈസ്തവ വിശ്വാസി പോപ്പുമായും പരിശുദ്ധ കത്തോലിക്ക സഭയുമായും ഐക്യപ്പെട്ടു പോകുന്നില്ലെങ്കിൽ അയാൾ ഒരു ശരിയായ കത്തോലിക്ക വിശ്വാസിയല്ല. ഭിന്നതയും വിഭാഗീയതയും കൊണ്ടുവരുന്നവനാണ്. ഒരു ഇടവക വികാരിക്ക് ബിഷപ്പിനോട് ഐക്യപ്പെട്ടല്ലാതെ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. അദ്ദേഹം ഇടവകയിലായിരിക്കുന്നത് താൻ തിരുപ്പട്ട സ്വീകരണ സമയത്ത് എടുത്ത പ്രതിജ്ഞയിൽ ഏറ്റുപറയുന്നത് പോലെ ഒരു രൂപതയിലെ ബിഷപ്പിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. 2023 ജനുവരി 4 കൂടിയ സീറോ മലബാർ സിനഡിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചിരുന്നു. സിനഡ് നിശ്ചയിച്ച പ്രകാരമുള്ള കുർബാന ചൊല്ലാതിരിക്കുന്നതും മറ്റു രീതിയിലുള്ള കുർബാന ചൊല്ലുന്നതും നിയമവിരുദ്ധമാണ്. അതിനാൽ വൈദികർക്ക് സിനഡ് അംഗീകരിച്ച പ്രകാരമല്ലാതെയുള്ള കുർബാന ചൊല്ലുവാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ വൈദികർക്ക് സിനഡാത്മക കുർബാന ചൊല്ലുവാനുള്ള ബാധ്യതയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സത്യവാങ്മൂലമനുസരിച്ച് ഒരു വികാരിക്കും സിനഡ് അംഗീകരിച്ച കുർബാനക്രമത്തിൽ നിന്ന് വ്യതിചലിച്ച് തന്നിഷ്ടപ്രകാരവും ഭാവനയനുസരിച്ചും പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അനുവാദമില്ല. ആരെങ്കിലും അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ അത് നിയമവിരുദ്ധവുമാണ്.